മറ്റു വാർത്ത AP വിഭാഗം സംസ്ഥയുടെ 100ാം വാർഷിക വിളംബര സമ്മേളനം ഇന്ന് വൈകിട്ട് മലപ്പുറം കോട്ടക്കൽ നടക്കും. ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 100ാം വാർഷിക പ്രഖ്യാപനം നടത്തും. കാത്തിരുന്ന് കാണേണ്ടത് സുന്നി ഐക്യത്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. സംസ്ഥയിൽ നിന്ന് വിട്ടുപോയവർ തിരികെ വരണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്ത ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, സുന്നി ഐക്യം എന്നുള്ളത് വലിയ ഒരു ലക്ഷ്യമാണ്. അതിന് വിഘാതമാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധി വിഷയങ്ങളിലുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതൊക്കെ പരിഹരിക്കണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. ഐക്യത്തിലൂടെ പോകുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന പ്രഖ്യാപനം നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായ സാഹചര്യമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഇന്ന് AP വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് കോട്ടക്കലിൽ നടക്കാൻ പോകുന്നത്. 100ാം വാർഷികാഘോഷം, അതിൻ്റെ വിശദാംശങ്ങൾ, അത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്നത്തെ സമ്മേളനത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. ഇന്നത്തെ സമ്മേളനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. അതിനപ്പുറം ഇന്ന് കാത്തിരിക്കുന്നത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സുന്നി ഐക്യം എന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും അവസാനമായിട്ട് എല്ലാവരും സമസ്തയിലേക്ക് തിരിച്ചെത്തണമെന്ന ആഹ്വാനത്തോടുള്ള പ്രതികരണം എങ്ങനെയാകും എന്നുള്ളതാണ്. നേരത്തെ തന്നെ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു അഭിപ്രായ ഭിന്നത അത് പരസ്യമായിട്ട് ഇപ്പോൾ AP EK വിഭാഗങ്ങൾ തമ്മിലില്ല. പല വിഷയങ്ങളിലും മഞ്ഞുരുകിക്കഴിഞ്ഞു. പല വിഷയങ്ങളിലും സമവായത്തിലെത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ പല വേദികളും പങ്കിടുന്നുണ്ട്, പരിപാടികളിൽ പരസ്പരം പങ്കെടുക്കുന്നുണ്ട്, പരസ്പരം സന്ദർശനം നടത്തുന്നുണ്ട്. അത്തരത്തിൽ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഹ്വാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളിൽ സഹകരിക്കാം, എങ്ങനെ സമ്പൂർണ്ണമായ സഹകരണമാണോ അതോ പറ്റാവുന്ന മേഖലകളിൽ സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിലപാടായിരിക്കുമോ അദ്ദേഹം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ സുന്നി ഐക്യം വളരെ വേഗത്തിൽ അത്ര ഒരു ലയന സമ്മേളനമൊന്നും പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ച് രണ്ട് വിഭാഗങ്ങളും തങ്ങളുടേതായ രീതിയിൽ ശക്തരാണ്, വലിയ തോതിൽ തന്നെ സ്വാധീനമുള്ള സംഘടനകളാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഒരു ഒത്തുതീർപ്പിലെത്തി പരസ്പരം ധാരണയോടെ പോവുക എന്ന തരത്തിലേക്ക് അത്ര വേഗത്തിൽ എത്താൻ കഴിയുകയില്ല. എങ്കിൽ പോലും മുൻപുണ്ടായിരുന്നത് പോലെ ആകില്ല. സഹകരിക്കാവുന്ന മേഖലകളെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന തരത്തിലേക്കുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതോടെ വേദികൾ പങ്കിടുന്നതും അതുപോലെ തന്നെ മുൻപ് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ പള്ളികളിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പരസ്പരം രണ്ടായിട്ട് പോകുന്നതാണ്. അതിനപ്പുറം ഒന്നിച്ചു പോകുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ സുന്നി ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ രണ്ടും ഒന്നായി ലയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിലുള്ള പള്ളികളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങിയ എണ്ണമറ്റ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ട് ഈ രണ്ട് സംഘടനയുടെയും കീഴിൽ. ഇതൊക്കെ തന്നെ ആരുടെ കീഴിൽ എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ചകളിലേക്കും അത് വീണ്ടും നീണ്ടുപോകുന്ന സമവായങ്ങളിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനമെങ്കിലും വന്നത്, ഒപ്പം അത്തരമൊരു പ്രാഥമികമായ ഒരു ശ്രമമെങ്കിലും ആരംഭിക്കുന്നത് ഏറെ ശ്ലാഘനീയമാണല്ലോ. ഈ പറഞ്ഞ പോലെ അനുമോദ് പറഞ്ഞ പോലെ പല വിഷയങ്ങളിലും പരിഹാരം ഉണ്ടാവേണ്ടി വരും. അതിന് ദീർഘകാലം എടുക്കുമെങ്കിൽ പോലും ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള തുടക്കമെന്നുള്ളതും പ്രധാനമാണല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. ഇതൊരു ഒരുപാട് സമയമെടുക്കുന്ന ചർച്ചകൾക്ക് ഒരു തുടക്കമാകുന്ന ഒരു വേള എന്ന് വേണം നമുക്കിതിനെ പറയുവാൻ. ഇതുവരെ നടത്താതിരുന്ന അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങുമ്പോൾ അത് ഏറെ വൈകാതെയെങ്കിലും യാഥാർത്ഥ്യമാകും എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയേക്കാം. പക്ഷേ അത് വളരെ പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിലെത്തി നിൽക്കെ അത്തരത്തിലൊരു ഐക്യം എന്നുള്ളത് വളരെ വേഗത്തിലൊന്നും സാധ്യമാകുന്നതല്ല പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ. പക്ഷേ ഇതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം സമുദായത്തിലെ ഭിന്നതകൾ എല്ലാം മാറ്റി വെച്ച് എല്ലാവരും ഒന്നിക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. സുന്നി വിഭാഗം കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് മുസ്ലിം മതത്തിൽ. അപ്പോൾ അവർ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടൊരു ഐക്യത്തിന്, മുസ്ലിങ്ങളുടെ ഒരു ഐക്യത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നീങ്ങും. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് അതിനേറെ പല തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം. ഇത് ഈ ഭിന്നതയിലേക്ക് നയിച്ചത് സമസ്തയ്ക്ക്, ലീഗിന് സമസ്തമേലുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ആധിപത്യമായിരുന്നു പണ്ട് 1980-കളിൽ. ആ വിഷയം ഇപ്പോഴും പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടൊന്നുമില്ല എന്നിരിക്കെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോഴും അങ്ങനെ ഒന്നിച്ചാൽ പോലും ഈ സമസ്തയ്ക്ക് പല നിലപാടുകളിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി സമവായത്തിലും ചർച്ചകളിലേക്ക് എത്തേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണെങ്കിലും വളരെ ഒരു പരിപൂർണമായൊരു ലയനോ സമ്മേളനമോ അല്ലെങ്കിൽ സുന്നി ഐക്യ സമ്മേളനമോ ഒന്നും വരും മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾക്ക് ഒരു തുടക്കം എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഇന്നത്തെ ഈ വിളംബര സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കണക്കാക്കുക. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.